ഹലോ, ഇന്ന് നമ്മൾ ഒരു CSIR-ൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രേറ്റ് സെറ്റ് characterizes the best an R selected species. അതായത് തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു R സെലക്റ്റഡ് സ്പീഷീസിന് സ്യൂട്ടബിൾ എന്നുള്ള താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസിൽ ഏതാണ് ഒരു R സെലക്റ്റഡ് സ്പീഷീസ് എന്ന് സാധ്യതയുള്ളത് എന്നാണ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ നോക്കിയാൽ ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ് കാണാം, ടൈപ്പ് 1 സർവൈവർഷിപ്പ് കാണാം, വിത്ത് ടൈപ്പ് 3 വിത്ത് ഷോർട്ട് ലൈഫ് സ്പാൻ ആൻഡ് ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് മോർട്ടാലിറ്റി, പിന്നെ ടൈപ്പ് 1 സർവൈവർഷിപ്പ് വിത്ത് ഷോർട്ട് ലൈഫ് സ്പാൻ ആൻഡ് ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് മോർട്ടാലിറ്റി, പിന്നെ ഒന്ന് ടൈപ്പ് 1 സർവൈവർഷിപ്പ് വിത്ത് ലോങ് ലൈഫ് ആൻഡ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് മോർട്ടാലിറ്റി, പിന്നെ ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ് വിത്ത് ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് മോർട്ടാലിറ്റി. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഒന്നാമത് നമ്മൾ സർവൈവർഷിപ്പ് കർവ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 3 തരത്തിലുള്ള സർവൈവർഷിപ്പുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ക്യാരക്ടേഴ്സ് അറിഞ്ഞിരിക്കണം, എന്താണ് R സെലക്റ്റഡ് സ്പീഷീസ് എന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ എന്താണ് ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്ത്. അപ്പം 3 തരം കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സർവൈവർഷിപ്പ് കർവുകൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും സർവൈവർഷിപ്പ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസിൻ്റെ ഏജും അതിൻ്റെ ഡെത്ത്, ഓരോ ഏജിലും എത്ര പോപ്പുലേഷനിൽ എത്ര ഡെത്ത് സംഭവിക്കുന്നു എന്നുള്ള ഫാക്ടറിനെ ഒരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. 3 തരം ടൈപ്പ് 1 സർവൈവർഷിപ്പ് കർവ്, ടൈപ്പ് 2 സർവൈവർഷിപ്പ് കർവ് ആൻഡ് ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ്. ഇങ്ങനെ 3 തരത്തിലുള്ള സർവൈവർഷിപ്പ് കർവുകളാണ് പൊതുവെ ഒബ്സർവ് ചെയ്യുന്നത് ജീവികളുടെ ഇടയിൽ. അതിൽ ഇപ്പോൾ നോക്കിയാൽ മതി, ഇടത് ഏറ്റവും ലെഫ്റ്റിൽ എക്സ് ആക്സിസിൽ യങ്, അതായത് നമ്മൾ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് അങ്ങനെ 100 വയസ്സ് വരെ കൂട്ടിക്കോളും. അത് മൊത്തം യങ് ആൻഡ് ഓൾഡ് എന്നുള്ള ആ സ്കെയിലാണ് വരിക. അതുപോലെ സർവൈവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ വയസ്സിലും മരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണവും ആ മോർട്ടാലിറ്റിയും കൂടെ അതിൻ്റെ ഫാക്ടറായിട്ട് വരും. അല്ലെങ്കിൽ എത്ര ആൾ മോർട്ടാലിറ്റിയുടെ ഓപ്പോസിറ്റാണ് സർവൈവർഷിപ്പ് എന്ന് പറയുന്നത്, എത്ര ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് നമ്മൾ 1-ൽ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾക്കും സർവൈവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡെത്ത് നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ടൈപ്പ് 1-ൻ്റെ നോക്കാം. ഗ്രാഫ് വളരെ സ്ലോ ആയിട്ട് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും ഡെത്ത് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജിലാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതേസമയം ടൈപ്പ് 2, അതായത് നടുക്ക കൂടെ പോകുന്ന ഈ ലൈൻ നോക്കിയാൽ എല്ലാ ഏജിലും കൃത്യമായിട്ട് ഡെത്തും സംഭവിക്കുന്നു, സർവൈവിങ്ങും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ട് ആ ഗ്രൂപ്പും പോകുന്നു. അത് ടൈപ്പ് 3 നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഏജിൽ തന്നെ കൂടുതൽ മെമ്പേഴ്സിനെ അതിർക്ക് നഷ്ടമാകുന്നു, സർവൈവ് ചെയ്യുന്നില്ല. സർവൈവ് ചെയ്യുന്നതിൻ്റെ 1000 പേരുണ്ടെങ്കിൽ 1000-ൽ 500 പേര് ഒറ്റയടിക്ക് തന്നെ മരിച്ചു പോകുന്നു വളരെ ചെറിയ ഏജിൽ തന്നെ. അതിനെയാണ് ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഗ്രൂപ്പ് വരിക? ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഹ്യൂമൻസ്, എലഫൻസ്, ലാർജർ ആനിമൽസൊക്കെ അതിലാണ് ഒരു വലിയ ആനിമൽസൊക്കെ. അതേസമയം ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ബേർഡ്സ്, പ്രധാനമായിട്ടും ബേർഡ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ലിസാർഡ്സ് അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെയാണ് അതിൽ വരിക. പിന്നെ ടൈപ്പ് 3-ൽ വരുന്നത് വളരെ ചെറിയ ജീവികളാണ്, സ്മോൾ ക്രിയേച്ചേഴ്സ്, ഫിഷസ്, ആംഫീബിയൻസ്, ഫ്രോഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് 3-ലാണ് പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ക്ലിയർ ആയി. ഇനി നമ്മൾ അറിയേണ്ടത് R സെലക്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫ് ഒന്ന് വേറൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സർവൈവർഷിപ്പിനെ കാണിക്കുന്ന ഒരു ഗ്രാഫ് തന്നെയാണ്, ഇത് സെയിം ആണ്. ഇനി R സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആറും കെയും 2 തരത്തിലാണല്ലോ സെലക്ഷൻ ഉള്ളത്. അപ്പോൾ R സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ഷോർട്ടർ ലൈഫ് സ്പാൻ എപ്പോഴും ചെറുതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് 3-ലാണ് അവർ വരിക, ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. ആൻഡ് ദേ ആർ ജനറലി സ്മോളർ, സൈസ് കുറച്ച് ചെറുതായിരിക്കും.
ആൻഡ് ദേ പ്രൊഡ്യൂസ് മെനി ഓഫ് സ്പ്രിങ്സ്. കുറേ കുട്ടികളുണ്ടാവും, ഒരു ആയിരക്കണക്കിന് കുട്ടികളുണ്ടാവും, പക്ഷേ ആരും തന്നെ ബാക്കിയാവില്ല, വളരെ കുറച്ച്. ഇപ്പോൾ തവളയൊക്കെ നോക്കിയാൽ മതി, ഒരുപാട് ഫിഷസിനൊക്കെ ഒരുപാട് എഗ്ഗ് ഉണ്ടാവും, പക്ഷേ കുറച്ച് ഫിഷ് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആർ സെലക്ഷൻ എന്ന ആ ഫിനോമിനെയാണ് നമ്മൾ ആർ സെലക്ഷൻ എന്ന് പറയുക. കെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ലാർജർ സ്പീഷീസ് ആയിരിക്കും, അവർ കൂടുതൽ കാലം ജീവിക്കും, എന്നിട്ട് മാത്രമല്ല കുറച്ച് കുട്ടികളെ ഉണ്ടാവും. ഇപ്പോൾ ഒരു മനുഷ്യനൊക്കെ ലൈഫ് സ്പാനിൽ തന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതല്ലെങ്കിൽ ആനയായാലും മറ്റ് ജീവികളായാലും ലാർജർ സ്പീഷീസിൻ്റെ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അതേസമയം ആർ സെലക്ഷനിൽ കുട്ടികളുടെ എണ്ണം 100 മുതൽ അങ്ങനെ ഹയർ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ 100ഓ 1000ഓ ആ റേഞ്ചിലാണ് അവർ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നത്. ബാക്ടീരിയ ഒക്കെ നോക്കിയാൽ ലാർജർ നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അത്രയും പറയുമ്പോൾ ഇനി ഡെൻസിറ്റി ഡിപ്പെൻഡൻസ് എന്താണെന്ന് നോക്കിയാൽ, ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് ഗ്രോത്ത്. ഡെൻസിറ്റി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോമ്പറ്റീഷൻ കൊണ്ട് ആളുകൾ മരിക്കും. എന്നുവെച്ചാൽ കോമ്പറ്റീഷൻ കൂടുമ്പോൾ അവിടെ ഭക്ഷണം കുറയും, വൃത്തികേടും മാലിന്യവും കൂടും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രോഗങ്ങളൊക്കെ ഉണ്ടാവും, ആളുകൾ മരിക്കും, ഭക്ഷണം കിട്ടാതെ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇങ്ങനെ പല പ്രശ്നമുണ്ട് അല്ലേ. മനുഷ്യരുടെ എണ്ണം കൂടിയാൽ ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. ഭൂമിയുടെ മനുഷ്യൻ്റെ എണ്ണം ഒരുപാടങ്ങ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ പോപ്പുലേഷൻ നമ്മളെ ഹ്യൂമൻ പോപ്പുലേഷനൊക്കെ സത്യത്തിൽ ഡെൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഹ്യൂമൻ പോപ്പുലേഷൻ മാത്രമല്ല എല്ലാ ജീവികളുടെയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡ് ആണ്. എക്സെപ്റ്റ് ഈ ചെറിയ ആനിമൽസ്, ഈ ബാക്ടീരിയ ഇത് ഡെൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല. അവർക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അവർക്ക് അബയോട്ടിക് ഫാക്ടേഴ്സൊക്കെ എന്താ പറയുക അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആർ സെലക്ഷൻ ഗ്രൂപ്പിലൊക്കെ ഈ അബയോട്ടിക് ഫാക്ടേഴ്സാണ് അവരെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ ഡെൻസിറ്റി ഡിപ്പെൻഡൻസിനേക്കാൾ കൂടുതൽ അവർ ഡെൻസിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് നോളജ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടായി വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉത്തരം, ഈ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതാണല്ലോ നിങ്ങളെ ബ്രെയിൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഞാനിവിടുന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് നോളജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഉത്തരമാണ് ഇതിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടൈപ്പ് 1, ടൈപ്പ് 3 സർവൈവർഷിപ്പിൻ്റെ 2 ഓപ്ഷൻസ് ഉണ്ട്. ടൈപ്പ് 3 വിത്ത് ഷോർട്ട് ലൈഫ് സ്പാൻ ആൻഡ് ഡെൻസിറ്റി ഡിപ്പെൻഡൻ്റ് എന്നാണ് പറയുന്നത് ഒരു ഓപ്ഷനിൽ. പിന്നെ ഒന്ന് ടൈപ്പ് 3 വിത്ത് ഷോർട്ട് ലൈഫ് സ്പാൻ ആൻഡ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ മറ്റേതിൽ ടൈപ്പ് 1 സർവൈവർഷിപ്പ് എന്നും ഷോർട്ട് ലൈഫ് വിത്ത് ഡെൻസിറ്റി ഡിപ്പെൻഡൻസും, പിന്നെ ഒന്ന് ടൈപ്പ് 1 സർവൈവർഷിപ്പ് വിത്ത് ലോങ് ലൈഫ് സ്പാൻ ആൻഡ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻസ് എന്നും. ഇപ്പം ഞാൻ പറഞ്ഞ ഫാക്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. See you.